പാസ്ത വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ചെറിയൊരു അബദ്ധം പറ്റിയതാട്ടോ ഫസ്റ്റ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പി ആട്ടോ. നല്ല ചീസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ആദ്യം നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതുപോലെ പാസ്ത ഇട്ട് കൊടുക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വെള്ളം. അതുമാത്രമല്ല ഇതുപോലത്തെ ഗ്ലാസിൻ്റെ പാത്രം ആയതുകൊണ്ടാണ്. അപ്പോൾ നല്ല തിളച്ച സമയത്ത് അതിലേക്ക് പാസ്ത അങ്ങ് ഇട്ട് കൊടുത്തപ്പോൾ മൊത്തത്തിൽ അങ്ങ് പുറത്തേക്ക് ചാടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 2 കപ്പ് പാസ്തയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വെന്തുടയരുതേ. പാകത്തിന് ഒരു കുക്കാവുമ്പോൾ അതിൽ നിന്ന് ഊറ്റി മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ല കേട്ടോ, ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു തക്കാളി മിക്സിയിലിട്ട് അരച്ചെടുത്തതും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. തക്കാളി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബീഫാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ബീഫോ ചിക്കനോ ഒക്കെ നിങ്ങളുടെ കയ്യിൽ വേവിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് പിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ബീഫോ ചിക്കനോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ അതുണ്ടെങ്കിൽ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങനെ സമയം ഫ്രഷ് ക്രീം ഇട്ടിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ് കേട്ടോ. അതുകൂടെ എന്തായാലും ചേർത്ത് കൊടുക്കണേ. അപ്പോഴേ തന്നെ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ അങ്ങ് മാറി കിട്ടും കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ള ഫ്ലേവറിലായിട്ട് നമുക്കിത് കിട്ടും. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മൊസറില്ല ചീസും കൂടെ മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ 1 ടീസ്പൂണും കൂടി ചില്ലി ഫ്ലേക്സ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽട്ടാകുന്ന വരെ ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നമുക്കിത് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇൻഗ്രീഡിയൻസ് ഒക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ. അതുപോലെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. ചൂടാറുന്നതിന് മുന്നേ തന്നെ കഴിക്കണം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്